കുതിരക്കുളം പടികൾ. ഇങ്ങോട്ട് വേടാടാ, ഇത് അങ്ങോട്ട് പാഞ്ഞു കുറിച്ച് പോകുന്നത്. പൊളി 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 കുതിരക്കുളം പടി മത്സരം. ഇങ്ങോട്ട് ഞാൻ നോട്ടിച്ച് അങ്ങോട്ട് പോന്നെ മൈനം തരത്തില്ല. ഇങ്ങനെ പൈസ കൊടുത്താൽ തരും, അതും അവർ കൈ പിടിച്ചുകൊണ്ട് നടക്കും. ആടിയത് വേണം, അവീതനം കൂട്ടിക്കണം, പറപ്പിക്കണം നടക്കൂ. നടക്കുമെങ്കിൽ എസ് എന്ന് കമന്റിടും, നടക്കില്ലെങ്കിൽ നോ എന്ന് കമന്റിടും. ഡോൺ ബാബ്. ഓ കുതിര അങ്ങനെ പോകാറ എന്തൊരു പൊളിയാണ് ഞാൻ കാണിക്കുന്നത്. ലൈസൻസ് ഉണ്ടോടാ എനിക്ക്? ഈ വണ്ടി എനിക്ക് ഓടിക്കണമെന്നുണ്ടായിരുന്നു ഗൈസ്. ഇവന്മാരെനിക്ക് തന്നില്ല. പക്ഷേ ഇവന്മാർ ഭയങ്കര വിഷയങ്ങളാണ് ബീച്ചിൽ കിടന്ന് കാണിക്കുന്നത്. കുതിര വെച്ച് ഇവന്മാർ ഫ്രീക്ക് ഔട്ട് ചെയ്യുകയാണ് ഗൈസ്. വീല് ഇരിക്കുന്നു, കുതിര ഒറ്റ വീല് കറക്കുന്നു, ഫ്രണ്ട് വീല് വെക്കുന്നു. എന്തൊക്കെയാണ് മുല്ലപ്രാണികൾ കാണിക്കുന്നത്. എന്നിട്ട് അതിനെ താരട്ടോടി കൂടിയിട്ട് ഓട്ടിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ മൃഗങ്ങളെ ഒന്നും താരട്ടോടി ഇറക്കാൻ പാടില്ല. അതിൻ്റെ കുളമ്പ് കുത്തിക്കയറുന്നത് വേറൊരു രീതിയിലാണ്. ആന ഇടിച്ച് പാവടാ, ഇങ്ങനെയും ചെയ്യലോടാ കുതിരമാർ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്നു നെറ്റിപ്പട്ട കെട്ടാൻ പോകും. ഇങ്ങനൊന്നും ഉപദ്രവിക്കരുതടാ, അത് കാട്ടി വളരുന്ന ജീവിയില്ലടാ. അതിനെ ഇങ്ങനെ എഴുന്നള്ളിക്കാൻ പാടുണ്ടോടാ. കുതിരയെ തിരിച്ച് കാട്ടിക്കൊണ്ടു വിടണം. ഇതൊക്കെ കാട്ടിന് ജീവിക്കേണ്ട ജീവികളെ, സീബ്രയെ പോലൊക്കെ ജീവിക്കേണ്ട ജീവികളെയാണ് ഇവന്മാർ ഇവിടെ കൊണ്ടുവന്നിട്ട് ഉള്ള കാടിയും ചോറും കാട്ടറമ്മുമൊക്കെ കൊടുത്ത് വളർത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഫസ്റ്റ് കിടപ്പുണ്ട് അങ്ങ് അപ്പർ സൈഡിൽ. അപ്പോൾ ആട്ടോയ്ക്ക് ഒരാൾ വന്നപ്പോൾ ഞാൻ അവരെ പറഞ്ഞ് വേറെ വിട്ടെ, ഫസ്റ്റ് വണ്ടിയാണ് കൊണ്ട് നമ്മളല്ല. അപ്പോൾ ഞാനാണ് അടുത്ത ഫസ്റ്റ് ഒന്ന് പോകുന്നത്. ഞാൻ മറ്റേ അണ്ണൻ്റെ ഓർമ്മല്ലേ, കാരണം ഇപ്പോൾ ഈ വരുന്ന വണ്ടിയാണ്. ഈ കിടക്കുന്ന ആട്ടോടെ പുറകിലാണ് ഞാൻ പോകേണ്ടത്, മനസ്സിലായി? അപ്പോൾ ആ എണ്ണം പോയിട്ട് ഞാൻ പോയാൽ മതി. അപ്പോൾ നമുക്ക് അതുവരെ കത്തി വയ്ക്കാം. പറഞ്ഞു വന്ന വേറൊന്നുമില്ല, കുതിരയെ കൊണ്ട് ഫ്രണ്ട് വീല് വെക്കുക, ബാക്ക് വീല് വെച്ച് വീല് ചെയ്യുക, കറക്കി ഇങ്ങനെ നിർത്തി ഡിസ്ക് ബ്രേക്ക് പിടിച്ച് കറക്കുന്നുണ്ടെങ്കിൽ മൂക്ക് കയറി പിടിച്ചിങ്ങനെ കറക്കി പിടിക്കുക. ഇതൊക്കെ വെറും മറ്റേ പണിയെന്ന് നമുക്ക് പറയാനുണ്ട്. കാട്ടിക്കൊണ്ട് വിട്. ഈ മൃഗത്തെ ഒന്ന് മൃഗസ്നേഹി എന്നുള്ള ഒരു നിലയിൽ നീ കയറിയിരുന്ന് ആ കുതിരയുടെ മൂക്ക് കയറി പിടിച്ച് വലിക്കുമ്പോൾ അതിൻ്റെ മൂക്ക് വേദനിക്കത്തില്ലോടാ. ആ മൂക്ക് വേദനിക്കുന്ന ആ സൈഡിലോട്ട് പോകും, ഈ മൂക്ക് കയറി പിടിക്കും ഈ സൈഡിലോട്ട് പോകും. രണ്ടിലൂടെ കൂടി ഇങ്ങനെ പോയിട്ട് ഒറ്റ ഓട്ടം പോകും. അതാ നിൽക്കും. രണ്ട് കയറി കൂടി പിടിക്കുമ്പോൾ ബ്രേക്ക് ഇട്ടാണെങ്കിൽ നിൽക്കുന്നു വേദന കാരണം. ഇതിൻ്റെ ആക്സിലേറ്റർ മൂക്ക് കയറാണെന്നാണ് തോന്നുന്നത് ഗൈസ്. സത്യം പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയത്തില്ല. കുതിരയുടെ ആക്സിലേറ്റർ എവിടെയാണെന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും നമ്മളത് കണ്ടുപിടിച്ചിരിക്കും. ഞാൻ ഓട്ടിക്കും, കുതിര ഓട്ടിക്കും, വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും യൂട്യൂബിൽ. പൈസ കൊടുക്കാതെ കുതിര ഓട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വൈകുന്നേരം 2 ദിവസമായിട്ട് വെയിറ്റ് ഫോർ ദാറ്റ് വീഡിയോ.